വെള്ളമൊക്കെ വരും അല്ലേ? വെള്ളമൊക്കെ വഴിയിലെ വടി പോലെ ആയി പോകും അല്ലേ? ഇവിടെ കയറി അവിടെ കയറി സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷം സഹസ്രവാസഭൂമിം വിശ്വതോ പ്രത്യാതിഷ്ഠദശാംഗുണം പുരുഷേവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യതന്യേനതിരോഹരി. മരണം എന്നെ ശ്രദ്ധിച്ചോളൂ. മരണം ഭയപ്പെടാനുള്ള അവസ്ഥയല്ല. മരണത്തിനെ ഒരു സൂര്യാസ്തമയം പോലെ മാത്രം കണക്കാക്കിയാൽ മതി. സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് സൂര്യൻ കഴിഞ്ഞില്ല. സൂര്യൻ അപ്പുറത്ത് പിന്നെ ഉദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേഹം വിട്ട് ദേഹി പുറത്തു പോയാൽ, അത് ദേഹി എന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ എന്ന് പറയുന്നത് കാറ്റ് മാത്രമാണ്. അപ്പോൾ ആ കാറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ദേഹമാണ് ഭഗവാനെ ഭൂമിക്കപ്പെടുക. ജീവൻ ജീവിച്ചിരിക്കുക. ജീവൻ നാശമൊന്നുമില്ല. ആ ജീവൻ മറ്റൊരു ശരീരം സ്വീകരിച്ചിട്ട് വീണ്ടും ഈ ചക്രം പുനരാരംഭിക്കും. ഇത് പിന്നെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പല പ്രാവശ്യം ജനിച്ച് മരിച്ച ആൾക്കാരാവാം നമ്മളെന്താ പ്രേക്ഷ്യം പറയുന്നത്. അതായത് പ്രേക്ഷ്യം തന്നെ ചതുർവേദം, ചതുർവേദത്തിലെ കൃഷ്ണ യജുർവേദമാണ് നമ്മുടെ ചടങ്ങ്. ആയതിനെ ഇങ്ങോട്ട് ചിന്ത മാറ്റി. ഇനി എടുത്തോളൂ. പ്ലാസ്റ്റിക് അങ്ങേ സൈഡിലോട്ടില്ല. അത് അപ്പുറത്തോട്ടിട്ടേ. ഇത് പ്ലാസ്റ്റിക് അത് അപ്പുറത്തോട്ടിട്ട് വേണ്ടോ അല്ലല്ലോ. അതും അടിച്ചോളൂ. അതിനകത്തായിരിക്കും അല്ലേ? അതാ ഒരു സെക്കൻഡ് അവിടെ കിട്ടിക്കാത്ത എനിക്കകത്ത് വെക്കണ്ട. എനിക്കകത്ത് വെളി വെച്ചാൽ ആ പിടിക്കാൻ അവിടെ ഇല്ല. പിടിയുടെ പുറകെ കാല് വേണം താഴെയിട്ടിരിക്കാം. ഇങ്ങനെ കുഴപ്പമില്ല. ചിട്ടാണ് ശകലം പൂവ് ആ മഞ്ഞളയിലൊന്ന് തൊട്ട് ആ കിണ്ടി പൊക്കി കിണ്ടിയുടെ അടി വെച്ചത്. അതുപോലെ ശകലം പൂവും മഞ്ഞളുള്ള കിണ്ടിക്ക് അകത്തിട്ട് ഇടത്തെ കൈയിൻ്റെ മോതിരവിരൽ കിണ്ടിക്ക് അകത്താക്കി, ഇടത്തെ കൈയിൻ്റെ മോതിരവിരൽ കിണ്ടിക്ക് അകത്താക്കി വലത്തെ കൈ കൊണ്ട് പൊട്ടിപ്പിടിച്ച് ചുറ്റിപ്പിച്ചോളൂ. ഓം ഇമാം അവാം ശിവ സന്ധു ശുഭാം ശുദ്ധാച നിർമ്മലാം പാവനാം ശീതളാശ്ചൈവ പൂതാം സൂര്യസ്യ രശ്മിഭിः ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു ഗംഗാഭ്യ സർവതീർത്ഥം. ഓം നമഃ ശിവായ നാരായണ്യേ ദശഹാരായേ ഗംഗായേ സ്വാഹ. ഓം നമഃ ശിവായ നാരായണ്യേ ദശഹാരായേ ഗംഗായേ സ്വാഹ. 4 പ്രാവശ്യം ഇങ്ങനെ തുടച്ച് കൈകൾ വശം മറ്റേ കൈ വശം ഇങ്ങനെ തുടച്ച് കിണ്ടി കയ്യിലെടുത്ത് ഇടത്തെ കയ്യിലെടുത്തു. കിണ്ടിക്കകത്ത് കയ്യിലെടുത്തു. കയ്യിലോട്ട് വലത്തെ കയ്യിലോട്ട് ഒഴിച്ച് തിരിച്ചതിനകത്ത് വിളിച്ചു. സംഹിതാ സിന്ധു സംഹിതാ സിന്ധു സംഹിതാ സിന്ധു സംഹിതാ സിന്ധു. അവിടെ വെച്ചോ. പവിത്രം ദർഭ കൊണ്ടുള്ള മോതിരം, അതെ അടുത്ത് നിലത്തിട്ട് രണ്ടാമത്തെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് തളിച്ച് ഒന്നാമത്തെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് തളിച്ച് ഗായത്രം ത്രായതേ ഇതി ഗായത്രി മന്ത്രം ചൊല്ലി കയ്യെടുക്കും. ഓം ഭൂർഭുവഃ സ്വഃ
തൽസവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് വെളിയിലുള്ള ആ കൂർച്ചൻ കയ്യിലെടുത്ത് ആ തലക്കെട്ടുള്ള പുല്ല് തിരിച്ചു പിടിച്ചു. ശകലം പൂവ്, മഞ്ഞൾ, ഒന്നാമത്തെ കിണ്ടിയിലെ വെള്ളം, ഒന്നാമത്തെ ഇത് അപ്പുറത്തേക്ക് ഇതിലോട്ടെടുത്ത് രണ്ട് കയ്യിലായിട്ട് വിളിച്ച് പിടിച്ച് ദശാംഗങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ അത്രയും തന്നെ ജീവനെ ഭഗവതിയെ അതായത് പ്രകൃതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ദശാംഗങ്ങളിലാണ് നിർമ്മിതമായിരിക്കുന്നത്. ദശാംഗങ്ങൾ 10 അംഗങ്ങൾ കൊണ്ട് 10 യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ജീവൻ, പ്രാണൻ, ശക്തി, നേത്രം, ശ്രോത്രം, മന്ത്രഗായത്രി, യന്ത്രഗായത്രി, പ്രാണപ്രതിഷ്ഠ, ഭൂതബീജം, ഉത്പാദബീജം ഇങ്ങനെ ദശാംഗങ്ങളിൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിൽ 10 ജീവനെ വെച്ചിട്ടുണ്ട് 3 പാർട്ടിലായിട്ട്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ടിൽ പഞ്ചപ്രാണൻ എന്ന് പറയുന്ന 5 പ്രാണൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന് പറയുന്ന 5 പ്രാണന്. രണ്ടാമത്തെ പാർട്ടിൽ ഏകപ്രാണൻ എന്ന് പറയുന്ന ഒറ്റപ്രാണൻ, ധനഞ്ജയൻ എന്ന പേര്. ധനഞ്ജയനെ മറക്കരുത്, ഓർത്തിരിക്കണം. മൂന്നാമത്തെ പാർട്ടിൽ ചതുർപ്രാണന, നാഗന, കൂർമന, കുബിലന, ദേവദത്തൻ എന്ന് പറയുന്ന ചതുർപ്രാണൻ, 4 പ്രാണനാണ്. അങ്ങനെയാണ് നമ്മുടെ ആ ബോഡി, ആ ശരീരത്തിനെ ഭഗവതി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് പഞ്ചപ്രാണൻ, ഒന്നാമത്തെ പാർട്ടിലെ പഞ്ചപ്രാണൻ നമ്മുടെ ശരീരം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജഡാവസ്ഥയാണ്. ഈ ജഡം എടുക്കുമ്പോൾ ശ്മശാനത്തിൽ കൊണ്ടുവച്ച് തീ കൊളുത്തി കഴിയുമ്പോൾ 6ാമത്തെ ജീവനാകുന്ന ധനഞ്ജയൻ, ആ ധനഞ്ജയൻ ആ ബോഡിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ശ്മശാനത്തിൽ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ തീ ആളിപ്പെടുന്ന ദേഹത്ത് പിടിച്ച് ദേഹം കത്തി നട്ടല് പൊട്ടും, നടുമുറിയാന്ന് നമ്മൾ ഓടിക്കന്മാരൊക്കെ പറയുന്നത്. നടുമുറിയാന്ന് പറയുന്നത് ആ നടുമുറി, അതായത് ശ്മശാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നതിന് പടക്കം പൊട്ടുന്നവരുണ്ട്. അങ്ങനെ ആ നട്ടല് പൊട്ടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുറങ്ങുന്ന കുണ്ഡലിനി എന്ന് പറയുന്ന മഹാശക്തിയോടൊപ്പം പുറത്തു പോകുന്നതായ നാഗന, കൂർമന, കുബിലന, ദേവദത്തൻ എന്ന് പറയുന്ന 4 പ്രാണൻ ആ സമയത്താണ് പുറത്തു പോകുന്നത്. ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ 67 പ്രധാനപ്പെട്ട ബലികളുണ്ട്. 67 പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനകത്ത് ദശാഹബലി എന്ന് പറയുന്ന 10 ബലിയും ആ ശ്മശാനത്തിലെ പണ്ഡിതന്മാരുടെ അവിടെ വെച്ച് ചെയ്യുന്ന ജീവന്റെ പുനർനിർമ്മാണം, ജീവനെ വീണ്ടും നിർമ്മിക്കുക. അതിന് ഞാൻ പറഞ്ഞായിരുന്നു 6ാമത്തെ ജീവനാകുന്ന ധനഞ്ജയൻ ആ ശ്മശാനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞായിരുന്നു. ആ ജീവനെയാണ് നമ്മുടെ സുഹൃത്ത്, ആ ജീവനാണിൻ്റെ പേരാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. അത് തന്നെയാണ് അവരുടെ മക്കൾക്ക് അച്ഛനാകുന്ന, അവരുടെ കൊച്ചുമക്കൾക്ക് മുത്തച്ഛനാകുന്നതെല്ലാം ഈ 6ാമത്തെ ജീവനാകുന്ന ധനഞ്ജയനാണ്. ഈ ധനഞ്ജയൻ ചതുർഖണ്ഡങ്ങളിലായിട്ട് പരലോകപ്രവേശം നേടും. 4 ഘട്ടങ്ങളിൽ കൂടി കടന്നാണ് പരലോകത്തോട്ട് പോകുന്നത്. 4 സീറ്റിലിരിക്കും നമ്മൾ വിചാരിച്ചാൽ മതി. അതിനകത്ത് 1ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പഞ്ചഭൂതം. പഞ്ചഭൂതത്തിലാണ് ആസ്തി ഇരിക്കുന്നത്. അതായത് ഈ ആസ്തി, ഈ ഭസ്മം എല്ലാം കൂടി എടുത്തിട്ട് ഈ ഭസ്മത്തിലോട്ട് ഈ 6ാമത്തെ ജീവനാകുന്ന ധനഞ്ജയനെ നമ്മൾ ആവാഹിച്ച് ആ ശ്മശാനത്തിൽ നിന്ന് ആവാഹിച്ചതിന് ശേഷം ഇതിനെ പഞ്ചഭൂതത്തിൽ ലയിപ്പിക്കും. പഞ്ചഭൂത ആ പരലോകത്തോട് യാത്രയാകുന്ന ആ സുഹൃത്തിൻ്റെ 1ാമത്തെ സീറ്റ് എന്ന് പറയുന്ന പഞ്ചഭൂതമാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് 16 അടിയന്ത്രത്തിൻ്റെ ബലിപീഠത്തിലോട്ട് ആവാഹിക്കും. 16 അടിയന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? 16 അടിയന്ത്രം അതായത് ജനനം മുതൽ മരണം വരെയുള്ള 16 ഘട്ടങ്ങളെയാണ് 16 അടിയന്ത്രം എന്ന് പറയുന്ന ഘട്ടം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ നമ്മുടെ അടിയന്ത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതാണ് 1ാമത്തെ അടിയന്ത്രം. 2ാമത്തെ അടിയന്ത്രം പുംസവനം എന്ന് പറയും. അതായത് സ്ഥിരീകരിക്കുക എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അതായത് അമ്മ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന ദിവസത്തിന് ഒരു ചടങ്ങായിട്ട് നടക്കുന്ന ആ ചടങ്ങിൻ്റെ പേരാണ് പുംസവനം. 2ാമത്തെ അടിയന്ത്രമാണ്. 3ാമത്തെ അടിയന്ത്രം അമ്മയുടെ വയറ്റിൽ ജീവൻ വെച്ച് വരുന്ന നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്ന കായികശേഷി ഇല്ല എങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് വേണ്ടി, മരിച്ചു പോകുന്നതിന് വേണ്ടി അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഔഷധമോ പൊടിയെന്ന് പറയും, കുടിയെന്ന് പറയും. 3ാമത്തെ അടിയന്ത്രം. 4ാമത്തെ അടിയന്ത്രം നമ്മുടെ ജനനം. 5ാമത്തേത് കർണവേദം, കാതുകൂട്ട്. 6ാമത്തേത് നമ്മുടെ പേരിടീല. 7ാമത്തേത് നൂലുകെട്ട്. 8ാമത്തേത് അന്നപ്രാശം. തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഘട്ടങ്ങളെയാണ് അടിയന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് വിദ്യാരംഭം, അതുപോലെ തന്നെ വിവാഹം, സന്താന ജനനം, സന്തതിക്ക് സന്തതി ജനിക്കുക, ഇതെല്ലാം ഈ 16 അടിയന്ത്രങ്ങൾക്കാണ് വരുന്നതാണ്. അതിനകത്ത് അവസാനത്തെ അടിയന്ത്രമാണ് മരണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ജനനം മുതൽ മരണം വരെയുള്ള 16 ഘട്ടങ്ങൾക്ക് 16 തരത്തിലുള്ള വിശേഷ വസ്തുക്കൾ വെച്ചിട്ടുള്ള വിശേഷ ബലിക്കാണ് 16 അടിയന്ത്രം. അപ്പോൾ ആ പരലോകത്തോട്ട് യാത്രയാകുന്ന ആ സുഹൃത്തിന് 2ാമത്തെ സീറ്റാണ് 16 അടിയന്ത്രത്തിൻ്റെ ബലിപീഠം. അത് കഴിഞ്ഞ് അവിടുന്ന് ആവാഹിച്ച് ഒരു നാരായണ ക്ഷേത്രത്തിൻ്റെ ആലയിലോട്ട് ഉദ്വസിക്കുക. ആലിൻ്റെ കൊമ്പ തടഞ്ഞിരിക്കുന്നത്.
അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് നാരായണ ബലി ചെയ്യേണ്ടതാണെങ്കിൽ നാരായണ ബലി ചെയ്ത്, നാരായണ ബലി എല്ലാ വിഷയത്തിനും ചെയ്യത്തില്ല. കാലം ചെല്ലാനുള്ള മരണം, അപകട മരണങ്ങൾ, ആത്മഹത്യ, തീരാവ്യാധികൾ വന്നിട്ടുള്ള മരണം, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ നാരായണ ബലി ചെയ്തിട്ടുണ്ട്. ചതുർവിധ പൂജകളെന്ന് പറയും. അതായത് സുദർശന ഹോമം, തിരുഹോമം, സായുജ്യ പൂജ, അന്നദാനം തുടങ്ങിയ ചതുർവിധ പൂജകളൊക്കെ കഴിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള പരലോകത്തിലേക്ക് മ്യൂസിക്കും, ആ പരലോകത്തിലേക്ക് കിട്ടും. അങ്ങനെയാണ് ആൾ പരലോകത്തിലെത്തുന്നത്. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സീറ്റായിട്ടുള്ള പഞ്ചഭൂതത്തിലോട്ട് ഇരുത്താൻ പോവുകയാണ്. അപ്പോഴാണ് ചടങ്ങ്. അപ്പോൾ അദ്ദേഹത്തിനെ ദഹിപ്പിച്ച് ആ ശ്മശാനം നന്നായിട്ട് മനസ്സിൽ കണക്കാക്കി തലയ്ക്ക് മേളിൽ തൊഴുത് കാണിച്ച്, എന്നിട്ട് കണ്ണടച്ച് ആ ശ്മശാനം കണ്ടുകൊള്ളുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അദ്ദേഹം മരിച്ച ഡേറ്റ് അറിയാമോ? നാളെ അറിയാമോ? 24th February. 24. വർഷപ്പുതുവനല്ലേ? നമ്മുടെ ഇന്ത്യൻ സമയം എത്രയായിട്ടുണ്ടായിരുന്നു? അവിടുത്തെ മകമാണ്, പോയ നക്ഷത്രം മകമാണ്. തലയ്ക്ക് മേളിൽ തൊഴുത് കാണിച്ച് അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ കണ്ണടച്ചോളൂ. എന്നിട്ട് ചേഷ്ടകൾ നന്നായിട്ട് മനസ്സിൽ കണക്കാക്കിയോളൂ. ചേഷ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുക. കരയുന്നയാളെ നല്ല വൃത്തിയായിട്ട് ഓർക്കുന്നു. വളരെ ദേഷ്യഭാവത്തിലിരിക്കുന്ന സുഹൃത്തിനെ കൊണ്ട് കാണുക. വളരെ സന്തോഷത്തിലും സങ്കടത്തിലും ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുക. അദ്ദേഹം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിൽക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക. നടക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക. കിടക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക. അങ്ങനെ ഉള്ളയാള് നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ കമന്ന് കിടക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചതുർവേദം പറയുന്ന 12 ഭാഗങ്ങളെ താഴെ നിന്ന് മേലോട്ട് നോക്കി കണ്ടുകൊള്ളുക. ആദ്യം അദ്ദേഹത്തിന്റെ കാലിന്റെ 2 പാദങ്ങളും കാണുക. അത് കഴിഞ്ഞ് ആ മുട്ടിന്റെ കീഴ്ഭാഗങ്ങൾ കാണും. അദ്ദേഹത്തിന്റെ കാലിന്റെ 2 മുട്ടിന്റെ ഭാഗങ്ങളും കാണുക. തുടയുടെ ഭാഗങ്ങളും കാണും. നാഭീസ്ഥാനവും കാണുക. ഉദരത്തിന്റെ ഭാഗങ്ങളും കാണും. നെഞ്ചിന്റെയും ഹൃദയത്തിന്റെയും ഭാഗങ്ങൾ കാണുക. 2 കയ്യിന്റെ ഭാഗങ്ങളും കാണും. കഴുത്തിന്റെ ഭാഗങ്ങളും കാണുക. മുഖം നല്ല വൃത്തിയായിട്ട് ഓർക്കുക. 2 ചെവിയുടെ ഭാഗങ്ങളും കാണുക. തലമുടിയും കാണുക. അങ്ങനെ പാദാദികേശം 12 ഭാഗങ്ങളിൽ കണ്ട് അദ്ദേഹത്തിനെ ആവാഹിക്കു വരാൻ പറയും. പഞ്ചഭൂതത്തിൽ ലയിക്കുന്നതിന് വേണ്ടി കുശമപർവ്വതത്തിലേക്ക് വരാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആവാഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മരിച്ച നക്ഷത്രം പറഞ്ഞ്, മകം നക്ഷത്രം, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചോളൂ. ഞാൻ കാണിക്കുന്ന പോലെ മുഖത്ത് ഒഴിഞ്ഞ് കാണിച്ചോളൂ. ആവാഹയാമി 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 ആവാഹയാമി. മകം നക്ഷത്രം, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ആഗച്ഛ 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 ആഗച്ഛയോ ഇതിനകത്ത് വെച്ചു. അത് ഇതിനകത്തോട്ട് പറഞ്ഞു. ട്രെമിനേഷനും പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതെ, അവിടെ മറ്റേ അടക്കല്ലേ കൂടുതലും. ക്രിസ്ത്യൻ മെജോറിറ്റി കൂടുതലായിട്ട്
ഇച്ചിരി അടുപ്പിച്ചു എല്ലാം ആയി അല്ലേ എല്ലായിടത്തും ആയി ആണല്ലേ ശരി രണ്ടാമത്തെ ഇന്ത്യയിലൊന്ന് തൊട്ട് ഒന്ന് തൊട്ടാൽ മതി ഇന്ത്യയുടെ വാലേക്ക് ജീവോദ്വാസന ഇതുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് ഒന്നാമത്തെ ജീവൻ പോകുന്ന മൂക്ക് വഴിയാണ് മൂക്കിൽ കൂടെയാണ് പോകുന്നത് ആ ജീവനാണ് ഇങ്ങനെ മൂക്കിച്ചോളൂ എനിക്കറിയാം രണ്ടാമത്തെ ഇന്ത്യയുടെ വാലയിലൊന്ന് തൊട്ട് അടുത്ത ജീവൻ പോകുന്നത് വായിക്കൂടാണ് അപാണേ നിവിഷ്ടോ മൃദം യൂഹോ മിശിഹ പ്രദാഹായ അപാനായ സ്വാഹ കുടിച്ചു രണ്ടാമത്തെ ഇന്ത്യ ഒന്ന് തൊട്ട് മൂന്നാമത്തെ ചെവിക്കൂട ധ്യാനേ നിവിഷ്ടോ മൃദം യൂഹോ മിശിഹ പ്രദാഹായ വ്യാനായ സ്വാഹ ഇന്ത്യവാലയിൽ നിന്നുകൊണ്ട് നാലാമത്തെ ജീവൻ ഇത് നാഭി വഴിയാണ് പോകുന്നത് ഈ ജീവനാണ് കിടത്തിക്കൊള്ളുന്ന ജീവൻ നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഓമനപ്പേരുണ്ട് അതായത് ചക്രശ്വാസം എന്ന് പറയും ഇതാണ് കിടത്തിക്കൊള്ളുന്നത് കാലങ്ങളോളം ഇത് കിടത്തുന്നു ജനനിയുടെ ശക്തവയസ്സി ജീർണ്ണമെന്നാണെങ്കിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹമോർക്കുന്നതിനാണ് ശാസ്ത്ര നിയമം അതായത് പുരുഷന്മാരിൽ ബീജനിർമ്മാണവും സ്ത്രീജനങ്ങളിൽ അംഗനിർമ്മാണവും ഒറ്റ സ്ഥാനത്ത് തന്നെ നാഭിയിലാണ് ഉണ്ടാകുന്നത് ജീവന്റെ നിർമ്മാണം നാഭികൾ നടക്കുന്നത് കൊണ്ട് തന്നെ നാഭി വഴി പോകുന്ന ജീവൻ പോകുന്നതിന് വേണ്ടിയിട്ട് ശരീരം സമ്മതിക്കത്തില്ല ജനനിയുടെ ശതവയസ്സിൽ എന്നാൽ 100 വയസ്സായാലും 150 വയസ്സായാലും ശരീരം ചുട്ടിച്ചുകൊന്നും ഇല്ലാതായെന്ന് പറഞ്ഞാൽ പോലും ആ വഴിക്ക് പോകുന്ന ആ ജീവനെ നഷ്ടപ്പെടുത്താൻ ആ ശരീരം സമ്മതിക്കത്തില്ല അത് ആ ജീവനായത് അതിൻ്റെ ചലനമില്ലാതെ 108 എന്നൊക്കെ പറഞ്ഞാൽ വലിയ കണക്കുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാൽ ജീവത്തില്ലാത്ത കണക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് കിടത്തിക്കൊടുന്ന ജീവനാണ് ആ ജീവനായത് ഉദാനം എന്ന് പറയും ഊർധ്വൻ എന്നാണ് വായുവിൻ്റെ പേര് ഉദാനേന വിഷ്ണോമൃതം യൂഹോ മിശിഹ പ്രദാഹായ ഉദാനായ സ്വാഹ മാസം വഴിയാണ് അഞ്ചാമത്തെ ജീവൻ പോകുന്നത് അതായത് നാലാമത്തെ ജീവൻ പോയി കഴിഞ്ഞാൽ ഉദ്ദേശം 9 മിനിറ്റ് കഴിയുമ്പോൾ ഈ അഞ്ചാമത്തെ ജീവൻ പോകും അത് ഭൂതത്തിൽ ആസനത്തിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് അതിന് മലമൂത്ര വിസർജനാദികളൊക്കെ ഉണ്ടാകുന്നത് ആ ജീവനല്ല സമാനേന വിഷ്ണോമൃതം യൂഹോ മിശിഹ പ്രദാഹായ സമാനായ സ്വാഹ രണ്ടാമത്തെ കിങ്ങിയിലൊക്കെ ഒന്നാമത്തെ കിങ്ങിയിൽ 3 പ്രാവശ്യം വെള്ളം കൊണ്ട് തളിച്ച് 3 പ്രാവശ്യം തളിച്ച് അബോഹിഷ്ടാമയോ ഭൂവസ്ഥാനൗ ധനമഹേരണായ ചക്ഷസേയോ വശിവതമോനസസ്തസ്യ പാജയദേഹനഃ ഊഷദീരുപമോദർഹാസ്മാരംഗമോയസ്യ ക്ഷയായ ജിന്നുത അവോജനയ യഥാചനാശം നോ ദേവീരഭിഷ്ടേ അവോ ഭവന്തു വീതയെ ശംയോരവിശ്രവന്തരഹായിശാനാം വായാണം ക്ഷയന്തി ചർഷണീനാം അവോയാജാമിവേഷജം മത്സുമേ സോമോ അബ്രവീതന്തർവിശ്വാനീവേഷജാം നിഞ്ച വിശ്വശംഭുവം അവപ്രണീതവേഷജം വയൂധം തന്മേ മമ ജോക്ഷ സൂര്യം ദൃശേയിതമാവഹ പ്രവഹതയൽ കിഞ്ച ദുരിതം മയി യദ്വാഹമപി ദുദ്രോഹായ യദ്വാശേമ ഉദാനരം ആബോദ്വന്വയാരിഷണ്ഡസേന സമഗസ്മഹേ വയസ്വാനാജ്ഞാതഹിതം മാസം സനജവർച്ചസ കയാനാശിത്രാ ഭൂവദൂരിസമാമൃതസകാകയാശയിഷ്ടയാ വൃതാസ്വാസത്വ മദാനാം മൃഷ്ടോ മത്സദന്തസഹ ദൃഢാജിതാരിജേമസ്മോ അഭീഷണസഹീനാമവിദാചരിത്രാം
ശതാംഭവാസ്യൂദേവി ഏതോനിന്ദ്രം സ്ഥാവാമാശുദ്ധം ശുദ്ധേന സാമ്നാം. രണ്ടാമത്തെ ഗിന്തി തൊട്ട് ഒന്നാമത്തെ ഗിന്തി വെള്ളം 3 പ്രാവശ്യം വെള്ളം കൊണ്ട് കളിച്ച് പ്രാണേനോ പ്രാണാപാനോദാനസമാനാമേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാമാഭൂയാസം സ്വാഹാ. വാഗ്നചക്ഷുശ്രോത്രഹ്ലാനജിഹോരേതോ ബുദ്ധ്യാഹതി സങ്കൽപ്പാമേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാമാഭൂയാസം സ്വാഹാ. ശിരമാണിപാദപാർശ്വപൃഷ്ടോരുദരജംഗശിഷ്ണോപസ്ഥാവായ ഭൂമ്യം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിഭാഭൂയാസം സ്വാഹാ. ോക്ചർമാം സരുതിരവേദോ മധ്യസ്ഥാനീമ്യം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിഭാഭൂയാസം സ്വാഹാ. ശബ്ദസ്പർശരൂപരസഗന്ധാമേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിഭാഭൂയാസം സ്വാഹാ. മനോബുദ്ധിരഹങ്കാരചിത്തമ്യേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിഭാഭൂയാസം സ്വാഹാ. പൃഥിവ്യാപസ്തേജോ വായുരാകാശോമേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിഭാഭൂയാസം സ്വാഹാ. കിണ്ടിവാലയുടെ തൊട്ട് ഒന്നാമത്തെ ഗിന്തിയിൽ 3 പ്രാവശ്യം വെള്ളം കൊണ്ട് കളിച്ച് നാരായണ 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 ആ നെയ്യ് മൊത്തം എടുക്കും. നെയ്യ് നെയ്യ് നെയ്യ്. ഓം 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 ഭൂം ഓം ഭുവ ഓം സുവ ഓം മഹാ ഓം ജന ഓം തപ ഓം സത്യം ഓം തത്സവിതോർവരേണ്യം ഓം ഭർഗോ ദേവസ്യ ധീമഹി ഓം ധിയോ യോ ന പ്രചോദയാത്. അതിനകത്തുണ്ട് അതിനകത്ത് ഈ അതിനകത്ത് രണ്ടാമത്തെ ഗിന്തിയിൽ നോക്കാം. ഒന്നാമത്തെ ഗിന്തിയിൽ 3 പ്രാവശ്യം വെള്ളം ചെറിയ ചെറിയ അസ്മാതി ഈ തേനിന്റെ പകുതി എടുക്കുന്നത് ഭൂഷ്ണി മന്ത്രമില്ല. രണ്ടാമത്തെ ഗിന്തിയിൽ തൊട്ട് ഒന്നാമത്തെ ഗിന്തിയിൽ ചെറുത് ചെറുത് ഒന്നുകൂടെ രണ്ടാമത്തെ ഗിന്തിയെ തൊട്ട് ഒരു വെള്ളം കൂടെ തൊട്ട് ഒരു വെള്ളം ഈ മഞ്ഞളൊന്ന് ഇതിലൊക്കെ ഇട്ട് നാരായണ തിരിച്ച് രണ്ടാമത്തെ ഗിന്തിയെ തൊട്ട് ഒന്നാമത്തെ ഗിന്തിയിൽ ഒരു വെള്ളം കൊടുത്തിട്ട് നാരായണ തിരിച്ച് ഈ തേൻ മൊത്തം അതിനകത്ത് നാക്കിൻ്റെ വായു ദീപായിൽ ഒഴിച്ച് നാക്കിൻ്റെ നാരായണ തിരിച്ച് പിന്നെ രണ്ടാമത്തെ ഗിന്തിയിൽ തൊട്ട് ഒന്നാമത്തെ ഗിന്തിയിൽ ഒരു വെള്ളം കൊടുത്ത് നാരായണ ശകലം പൂവ് മഞ്ഞൾ 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 പൂവും മഞ്ഞൾ ഒന്നിച്ച് പൂവ് മഞ്ഞൾ ഒന്നാമത്തെ ഗിന്തിയിലെ വെള്ളം കൂടെ കൂട്ടി ഒന്നാമത്തെ കൊടുത്ത് നാരായണ വിളിച്ച് അഭിവാദ്യം ചെയ്ത് ഇങ്ങനെ കണ്ട് ചെറിയ ഇങ്ങനെ പിടിച്ച് ഇടത്തെ കൈ അടിയിലും വലത്തെ കൈ മുകളിലുമായിട്ട് നിലത്തുന്നുണ്ട്. സാറിൻ്റെ പേര് അങ്ങോട്ട് കൊണ്ടുപോകും സുഹൃത്തിനോട് കൊണ്ടുപോകും. എന്നിട്ട് ബന്ധുവിനോട് നമസ്കരിച്ചു. ഇങ്ങോട്ട് 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 സാറിൻ്റെ പേരിന് നാട്ടിലെ കണ്ണൂർ രണ്ടുപേരും കണ്ണൂരുകാരല്ലേ? രണ്ടുപേരും സാറും മുഴുവനും ഇതിന് കുറച്ച് പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊക്കെ എപ്പോഴും ഇഷ്ടങ്ങളാണ്. നമ്മളൊന്നും ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല. അതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സുദർശനഹോമം, ജലഹോമം, സായുധ്യ പൂജ, അന്നദാനം തുടങ്ങിയിട്ടുള്ള ക്രിയകളൊക്കെ ഉണ്ട്. ചതുർവിധ പൂജകളെന്നാണ് അതിന് പറയുന്നത്. അതായത് പറഞ്ഞാൽ ഈ അസ്ഥിയുടെ കൂട്ടത്തിലുള്ള ഈ പൂജ എന്ന് പറയുന്നത് അതെല്ലാം ചെയ്യുവാണെങ്കിൽ 21 രൂപ ആകും. അതല്ല അതിനിപ്പം വശമില്ലായോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് അന്നദാനം കഴിപ്പിക്കുക. അന്നദാനം പറഞ്ഞാൽ ഈ പാലം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയെ കൊടുക്കുക. ഭഗവതിയെ പറഞ്ഞ് 136 സന്യാസിമാരുടെ ഭക്ഷണമാണ് ഞാൻ നേരിട്ട് കൊണ്ട് നടത്തുന്നത്. 5000 രൂപയായിരുന്നു ചാർജ്. പിന്നെ ഈ പൂജയ്ക്കുണ്ട് 2000 രൂപയുടെ പൂജയ്ക്കുണ്ട് 300 രൂപ ഗാർഡിൻ്റെ ഉണ്ട്. അപ്പം അത് സാറ്
ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തം ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്നദാനമായിട്ട് ചെയ്യാം. അതിന് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്, പ്രായശ്ചിത്തം ഇന്ന നാളിൻ്റെ പ്രായശ്ചിത്തങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒന്നും ദോഷമൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. നമുക്ക് ചെറിയ ദോഷമുള്ള എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞുകൊടുക്കുക. അതായത് പഞ്ചതീർത്ഥക്കര എന്ന് പറയും. പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മരണശേഷം, അതായത് ശേഷക്രിയയ്ക്ക് പ്രാധാന്യമുള്ള 5 തീർത്ഥങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേത് വിശാഖപട്ടണം, രണ്ടാമത്തേത് കാശി, മൂന്നാമത്തേത് ഗയ, നാലാമത്തെ അലഹബാദ്, അഞ്ചാമത്തേത് കുരുക്ഷേത്രം. ഇങ്ങനെ 5 തീർത്ഥങ്ങളാണ്. ഈ 5 തീർത്ഥങ്ങളിൽ എവിടെ ചെയ്താലും അതോടെ തീർന്നു, അതോടെ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. അങ്ങനെ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗംഗ എന്ന് പറയുന്നത് മരണത്തിൻ്റെ അധിദേവതയാണ്. അധിദേവത എന്ന് പറഞ്ഞാൽ ശേഷക്രിയയുടെ പൂർണ്ണാധികാരം ഗംഗയ്ക്കാണ്. ഏത് മഹാനദിയുടെ തീരത്തിരുന്ന് നമ്മൾ ഈ ക്രിയകൾ ചെയ്താലും, മഹാനദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മഹാനദി പോലും ഇല്ലാത്ത നാടാണ്. നദികൾ മാത്രമേ ഉള്ളൂ, മഹാനദി ഒന്നുമില്ല. മഹാനദി എന്ന് പറഞ്ഞാൽ 2000 മൈലിന് മേളിൽ നീളമുള്ള നദിക്കാണ് മഹാനദി എന്ന് പറയുന്നത്. അങ്ങനെ ഏത് മഹാനദിയുടെ തീരത്തിരുന്ന് നമ്മൾ ഈ ക്രിയകൾ ചെയ്ത് കഴിഞ്ഞാലും ഈ അവിടെ ചെയ്യിപ്പിക്കുന്ന ആ തന്ത്രി, ആ ബ്രഹ്മ, ആ ക്രിയക്കാരൻ, ആ തിരുമേനി ഈ ഗംഗയെ അങ്ങോട്ട് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗംഗയാണെന്നുള്ള സങ്കല്പത്തിലാണ് പമ്പയിലോ അല്ലെങ്കിൽ പെരിയാറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് നദികളിലായിരുന്നാലും ചെയ്യുന്നത്. ഗംഗയ്ക്കായുള്ള പൂർണ്ണാധികാരം. പക്ഷേ അതല്ല, ഇത് അതിന് അപ്രത്യക്ഷ പ്രത്യക്ഷം എന്നാണ് തന്ത്രവിധി പറയുന്നത്. പക്ഷേ അതല്ല, ഇത് പ്രത്യക്ഷ ഗംഗയാണ്. ഈ ഗംഗയിൽ ചതുർവിധ പൂജകൾക്ക് പ്രമാണമുണ്ട്. ഞാൻ 4 വിധമായിട്ടുള്ള പൂജകൾക്ക് പ്രമാണമുണ്ട്. ആ പൂജയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. സുദർശനഹോമം, തിലഹോമം, സായുജ്യ പൂജ എന്നതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ. 4 കൂടെ ചെയ്യുവാണെങ്കിൽ അത്രയും പൈസയാവുന്നത്. ഏറ്റവും അടുത്ത ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഏറ്റവും അടുത്ത ദിവസം ചെയ്യും. മരണത്തിൻ്റെ ക്രിയയ്ക്ക് 16 ദിവസം വേറെയുണ്ട്. അതായത് 16 ദിവസത്തെ പിതൃപൂജ എന്ന് പറയുന്ന സംഭവം 16 ദിവസമുണ്ട്. അതായത് നമ്മൾ 16 ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യുന്നതാണ്. അത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് നിശ്ചയിച്ചോളുക, ഇല്ലെന്നുണ്ടെങ്കിൽ അന്നദാനം നിശ്ചയിച്ചോളുക. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തീരുമാനിച്ചോളൂ. എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ക്രിയയ്ക്കൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാതരിന്ദ്രം ഹുവാമഹേ പ്രാതർമിത്രവരുണാ പ്രാതരശ്ചിനാ പ്രാതർഭഗം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതഃ സോമമുദരുദ്രം ഹുവേമ പ്രാതർജിതം ഹുവേമ വയം പുത്രമതിദേര്യോ വിദഗ്ധാന്തരം ജിദ്യം മന്യമാനസ്തുരം ചിദ്രജാചിദ്യം ഭഗം പക്ഷീത്യാഗഃ ഭഗപ്രണേതർഭഗസത്യരാഗോ ഭഗേ മാല്യമുദവാദനഃ ഭഗപ്രണോ ഗോപീരചേർപ്രദർഭവന്തസ്യാമഃ ഉദേദാനിം ഭഗവന്തസ്യാമോദപ്രവിദ്ദേ ഉദമധ്യേ ആഹ്വാനമുദതിതമഘവൽ സൂര്യസ്യ വയം ദേവാനാം സുമതോ സ്യാമഃ ഭഗേവാ ഭഗവാ അസ്തുദേവസ്തനേ വയം തന്വാ ഭഗ സർവൗജ്ജൈഹവീതി സന ഭഗപുരായേത ഭവേഹാ സമദ്വാരാഉഷസോ നമണ്ഡലതിക്രാമേവ ശുചേ പദായഃ ആർവാചിനം വസുവിതം ഭഗന്നരതമി വിശ്വവാജിനോഹന്തോ ശ്വാവതോമധുർമ ഉഷസോ വീരവതി സമത് ചന്ദ്രഭദ്രാഹ ദന്താനാം ശ്രുതഃ പ്രപീതായുയം പാദ സ്വസ്തിഭിः സദാനഃ. അതിനകത്ത് വെച്ചു ഈ ഇലയെല്ലാം ഒന്ന് മടക്കി അല്ല അപ്പുറത്തോട്ട് അവിടെ എടുക്കാനാവില്ല. നന്നായിട്ട് മടക്കി ഈ കിട്ടി വേണ്ട സാധാരണ താഴത്തെ സ്റ്റെപ്പിന് വെച്ചു. ഇനി ഇത് എടുത്തോളൂ. തല മാറാതെ തുടങ്ങി. ഇതാ തല, ഈ ഭാഗം തല മാറാതെ എല്ലാവരും ഒരു യോഗി ആയതുകൊണ്ട് അതാണ് വീടായിരുന്നത്. നമ്മളത് പഞ്ചഭൂതത്തിൽ ലയിപ്പിക്കുകയാണ്. ആദസ്തിമാവയം ശരീരേ വസ്മാകം യൂയം മർവാസോ വിവശ്യത അന്തരിക്ഷേണ പതതി വിശ്വാരൂപാവചാകശന്മുദേവസ്യ ദേവസ്യ സവൃത്യായ സഖാഹിത പാദസ്യാശ വായോ സഖാദോ ദിവേഷിതോ
മുനിഃ ഉദ്ഭൗ സമുദ്രാ. പതുക്കെ ടോക്കയാണ് വെള്ളത്തിലോട്ട് വായിലെ പിടിക്കണ്ട അതിന് പതുക്കെ അങ്ങോട്ട് മുഴുക്കിൻ്റെ അങ്ങോട്ട് ആട്ടെ തോക്കറെ മുക്കി കഴിയും ഇങ്ങോട്ട് വെച്ചു കമത്തി ആതസ്തിമാവയം ശരീരേവസ്മാകം യൂയം മർദാസോ അഭിപശ്യതാന്തരിക്ഷേണ പതതി വിശ്വാരൂപാവചാകശന്മനുദേവസ്യ ദേവസ്യ സൗരത്യായ സഖാഹിതാവാദസ്യ ശേവായോ സഖാദോ ദേവേഷിതോ മുനിഃ ഉദ്ഭൗ സമുദ്രാവാക്ഷേര്യ ച പൂർവമുദാപരാം സരസാം ഗന്ധർവാണാം മൃഗണ ചരണേ ചരഞ്ജേ ശ്രീകേതസ്യ വിധ്വംസഃ സ്വധർമ്മലിംഗമാവായുരസ്മാ ഉപാമന്തർക്കിണഷ്ടയസ്മാന്നമാകുഷസ്യ പാത്രേണ യദ്രുദ്രേണുദംസഃ ഉദരേവാവഹതിർദേവാദേവ പുണ്യേതാ പുനാദ്വീമൗവാദൗവാദഃ സിന്ധൂരാപരാവദ ലക്ഷന്തിരന്യാവാദോപരാജ്ഞോ അഭിയദ്രുവാവാവിവാഹിവേഷയമിവാദവാഹ്യദ്രവഃ ത്വം ഹി വിശ്വാവേഷയോ ദേവാനാം പൂജയ്യസേ ആത്മം ഗതം സന്ദാതികൃതോ അരിഷ്ടതാംഗീദക്ഷന്തേ ഭദ്രമാപാശം പരായഷ്മം സുവാമിലേ ത്രായന്താമിഹ ദേവാസ്ത്രേതാം മജത്വാംഗനാദായന്താം വിശ്വഭൂതാനിന്യതായമരമാസരാമോ യുദ്ധോ വേഷജീരാവോ ആമീവചാതനിം ഹസ്താഭ്യന്തശാഭ്യ വിഭാവജാപുരോഗരീയനാമയുഭ്യാം ദേവന്തോ വസ്ത്രശാമസി കളവുപോലെ ഈ പിണ്ടി രണ്ട് നമ്മൾ പൊട്ടി കഴുകി ഇവിടെ താമസിച്ചു അഴിച്ച് വെള്ളത്തിൽ ഊരിട്ട് അതിൻ്റെ ആ കെട്ട കഴിച്ചു ഇനി ഉണ്ണി കുളിച്ചു നല്ല ഉണ്ണി കുളിച്ചു ഭയങ്കര വിശപ്പാണ് ഈ സമയത്ത് വിശപ്പിനെ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ബലിയാണ് ഓട്ടബലിയിൽ നിന്ന് വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ വിശപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ആത്മാവിന് ആ ആത്മാവിൻ്റെ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുക്കുന്ന ഗുണം ആണ്. വലിയ പ്രാവശ്യമൊക്കെ ഒന്നാമത്തെ വർഷത്തിൽ പറയും വലിയ പ്രാവശ്യം 2 മണിക്കൂർ 3 മണിക്കൂർ വലിയ തീരുണ്ട് ഒന്നാമത്തെ വർഷം അതായത് കഴിയുന്നു അങ്ങനെ ശകലം പൂർവ്വം നമ്മൾ ഹിന്ദിക്ക് അകത്തോട്ട് ഹിന്ദി അടച്ചു പിടിച്ച് ശുഭാ സന്തോഷുഭാ ശുദ്ധാ നിർമ്മലാഭവന ശീതളാശ്ചൈവ സൂര്യസ്യരശ്മി കൈകൊണ്ട് വെച്ച് പിടിച്ചൊടിച്ച് സംഹിതാസന്ധവും പവിത്രം പവിത്രം ഗംഗാജി മുക്കി ഗായത്രി മന്ത്രം കൊണ്ടും ബോധസ്വാദർശനോർമ്മയിലും പങ്കുപോലെവ സജീവയോ പ്രചോദയാൽ ഈ 2 കൊണ്ട് ഗംഗാജി വിളിച്ച് യഥാവാണസ്യ മഹിമാവോജായച്ച പുരുഷഃ സ്വഭൂതാനി കൃപാദസ്യാമൃതം ഒരു വഴ കഴിച്ച് അവിടെ വെച്ചു അടിക്കലെ എന്ന് പറയും ഇതിനടിയിലുള്ള ഈ നെയ്യൊന്ന് തൊട്ട് അവിടെയൊന്ന് തിരച്ച് ഗായത്രി ഒന്ന് സ്വാദർശനോർമ്മയിലേക്ക് സർവോദയസി ഈ പ്രചോദയാൽ വെള്ളത്തിൽ വെച്ചു
ശകലം മഞ്ഞളങ്ങൾ അതിനകത്ത് തീർത്ഥം ഒഴിച്ച് ആ വെള്ളത്തിലോട്ട് പോട്ടിരിക്കണം. സംസമേധ്യവസേ വൃഷന്നഗ്നേ വിശ്വാന്യര്യാക്കളസ്പദേ സമേധ്യസേ സനോശൂന്യാപരാസംഗച്ഛത്വം സംവാദധ്വംസം ഹോമാനാംസി യാനിതാന്യവാഭാഗാമ്യതാപൂർവേ സജ്ഞാനോപാസതേ സമാനോ മന്ത്രസ്മൃതി സമാനീ സമാനം മനസ്സഹവിക്രമേ സംസമാനാംഗേവ അഭിസംബ്രഹ്മദ്വോ ഹർഷായ യാമഹാസമാനീ വാഹൂർവേ സമാന ഹൃദയാനി വാസമാനമസ്തു മനോ യഥാവസു സഹാസദീപോ. പിന്നെ പൂക്ഷാലാപാധിരിക്കണം. മോക്ഷം കൊടുത്തിട്ട് ശകലം ദീർഘം കൂടെ അതിനകത്തോട്ട് വെച്ച് തലക്കിങ്ങനെ ചുറ്റി കാണിച്ച് നാരായണ നാരായണ ചോർത്ത് വെച്ച് പിന്നീട് വെള്ളം കൊടുത്ത് പിന്നീട് വെള്ളം കൊടുത്ത് മഞ്ഞൾ കൊണ്ട് നാരായണ ചോർത്ത് എന്നുകൊണ്ടും പ്രാതേന്ദ്രം പ്രാതർമൃതം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസ്വമൂലം സമുദ്രം ദ്വയമോയം പുത്രമദേവ്യോഹിതധാന്ത്രവിദ്യമന്യമാസ്ഫുരഞ്ച് രാജാദിവ്യം മകം പക്ഷീതിരാമധപ്രണേതഭരസത്യരാജൈ കഴി. പിന്നെ തീർത്ഥമെടുത്തത് ഒരു പിണ്ടമെടുത്ത് ഒന്നുകൂടി ഉരുട്ടി പൊട്ടിക്കട്ട് ഹൃദയഭാഗത്തിൻ്റെ കാണിച്ച് അയമോദന മന്ത്രത്താൽ പിണ്ടം വയ്ക്കൂ ക്രമത്തിനു ഓം അയമോദന കാമതു ഹോസ്തനന്ദോ ക്ഷീയമാണ സുരഭിയെ സർവകാമി സത്വോപദിഷ്ടത്വോ യരോ നിത്യഭൂതസ്വ ദാന്തുഹാന അമൃതാഗ്ന തർപ്പയന്തു മകൻ നക്ഷത്രം അദ്ദേഹത്തിന് പേരൂടെ പറഞ്ഞ് ഉപനിഷ്ടമാവുന്നു. കൈകൊണ്ട് കഴുകി നാരായണ അടുത്ത് കൊടുത്ത് നാരായണ 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 കൈകൊണ്ട് കഴുകി നക്ഷത്രം പറഞ്ഞ് പൂവയാണ് പൂയ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഉപനിഷ്ടതം എന്ന് പറഞ്ഞു കൊടുത്ത് ഉപനിഷ്ടം കൈ കഴുകി േശാഘനാമോഷിതം വീരദം ബലവത്തമാമ്യയാ സകറ്റിം വാദദായ സംവിന്ദദീപദീവുത്താനവർണേ സുപദേ ദേവയോരേ സഹസ്വതി സപജ്ഞം മേ പരാമപദിം മേ ബലം ഗുരോത്തരാഹമുത്തരേ ഉത്തരേരുത്തരാഭ്യഹാന സപജ്ഞേയ മമാദരാ സദരാഭ്യഹാന യസ്യാമ സുഗ്രഹ്ണാമീനോസ്മിൻ പ്രപദേ ജനേ പരാമേവ പരാപദം സപജ്ഞിംഗമ്യാമസിയാഹമുസ്മിൻ സർവമാനാദത്വമസി സ്വസീയുഗേ സഹസ്വദീപൂരി സപജ്ഞിമേ സഹമഹേ വന്ദേതാം സഹമാനാകമതിദ്വാദാം സഹീയസാമ മനുപ്രദയമനോസ്കന്ധരീവദായുപദാവാരിവദാവദോ മകർനക്ഷത്രം പേര് പറഞ്ഞ് ഉപനിഷ്ഠാനവും നാരായണ നാരായണ നാരായണ. ഈ നെയ്യയിലൊന്ന് കൊടുത്ത് നാരായണാലേക്ക് തേനയിലൊന്ന് കൊടുത്ത് നാരായണാലിച്ച് ഇതിൻ്റെ പകുതി പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ട് കണക്കാക്കി ഓം സർവപ്രായശ്ചിത്തമിതം ഓം തത്സൽ ഇതിനകത്ത് ശകലം പ്രഥമം ഒഴിച്ച് എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ആ ജലയോടെ വരും. 4 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക്വൈസ് ചുറ്റി കാണിച്ച് ആൻറ്റി ക്ലോക്ക്വൈസ് അപ്രദക്ഷിണം കാണിച്ചു. ഇങ്ങനെ ചുറ്റി കാണിച്ചാൽ ഇങ്ങനെ ഒന്ന് ഓട്ടം കാണിക്കും. 6 പ്രാവശ്യം സ്വാഹ സ്വാഹ എന്ന് പറയുന്നത് സ്വാഹ 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 അങ്ങനെ നമുക്ക് വെച്ച് പവിത്രം ഊരി അടിച്ച് വെള്ളത്തിൽ കളഞ്ഞ് കുങ്കുമ വെള്ളം കളഞ്ഞ് കഴുകി
ചെയ്യുന്നത്? എല്ലാ സ്ഥലത്തും സുപ്രീം കോടതി ഹൈക്കോടതി എല്ലാ സ്ഥലത്തും. സാറിന് എത്ര മക്കള്? ഒരു മോളാണ്. ആ, എന്നാ പഠിക്കുന്നത്? അവളിപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങി. ആ അവള് ഫോറൻസിക് മാസ്റ്റേഴ്സ് ചെയ്തതാണ്. ആ ശരി. മാഡത്തിന് ജോലി വല്ലതും ഉണ്ടോ? ഇല്ല, പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. ആണ്. എനിക്ക് ദക്ഷിണയാണ്. ദക്ഷിണ കഴിഞ്ഞാൽ തലവോട്ടാം. 3 പ്രാവശ്യം എനിക്ക് ദക്ഷിണ. ചിരഞ്ജീവ ചിരഞ്ജീവ സുഖീഭവ സുഖീഭവ ഐശ്വര്യം വംശവർദ്ധായുദാസ്യം മംഗളം ഹരി. പൈസയായിട്ടുണ്ടെങ്കിൽ തന്നോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അയച്ചോളൂ. എനിക്ക് 5000 രൂപ അന്നദാനത്തിൻ്റെ, 2000 രൂപ പൂജയുടെ, 300 രൂപ നാട്ടിൻ്റെ, അങ്ങനെ 7300 രൂപ. ആ ആ തലവത്തി. റൂം തുറന്നു. തുറന്നിട്ടുണ്ട്. ആ